വളരെ മനോഹരമായൊരു സിനിമ, വളരെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ളൊരു സിനിമ, നല്ല സന്ദേശമുള്ളൊരു സിനിമ. ഷാജോണിൻ്റെ മനോഹരമായ പ്രകടനം, ഷാജോണിൻ്റെ പ്രകടനത്തെക്കുറിച്ച് വാക്കുകളില്ല. വളരെ അസലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ മനരാജ്, ഒരുപാട് പേർക്ക് നല്ല ക്യാരക്ടേഴ്സ്, പ്രേംപ്രകാശ് ചേട്ടൻ എല്ലാവരും മനോഹരമായിട്ട് അഭിനയിച്ച് നല്ല ചിന്തിക്കേണ്ട ഒരു സിനിമ. എല്ലാവരും കാണേണ്ട സിനിമ. കൊള്ളാം, നല്ല പടം, നല്ല റിയലിസ്റ്റിക് ആയിട്ട് വളരെ ഭംഗിയായിട്ട്. ഷാജോട്ടൻ സൂപ്പർ പെർഫോമൻസ്, നമുക്ക് ശരിക്കും വളരെ ടച്ചിങ് ആയിട്ട് ഒരു ഇന്നത്തെ നമ്മുടെ റിയൽ ലൈഫിൽ സംഭവിച്ച ഒരു വളരെ നന്നായിട്ട് ഇവിടെ കാണിച്ചത്. നല്ല നല്ല ബ്രഹ്മപുരം ആ പ്രശ്നവും പിന്നെ കോറികളും ആ സംഭവങ്ങളൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാട്ടിയിട്ടുണ്ട്. പിന്നെ ആക്ടിംഗ് ബേസ് നോക്കുകയാണെങ്കിൽ ഷാജോൻ്റെ ഒക്കെ നല്ല ഗംഭീരമായ പ്രകടനം, ത്രൂ ഔട്ട് പുള്ളിയുടെ അഭിനയം അതിൽ കാണാൻ പറ്റും. എന്തായാലും പടം നല്ല പടം, നല്ല പടം, നന്നായിട്ടുണ്ട്. നല്ലൊരു സാമൂഹിക പ്രസക്തിയുള്ള സബ്ജക്റ്റാണ്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും കാണേണ്ട സിനിമയാണ്. നല്ല ഉദ്ദേശത്തോടുള്ളൊരു സിനിമയാണ്. അതിൻ്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനി ബാക്കി നമ്മൾ ചിന്തിക്കേണ്ട കുറേ കാര്യങ്ങളാണ്. അപ്പം രണ്ട് മേജർ ഇഷ്യൂസ് അതിൽ പറയുന്നുണ്ട്. അത് രണ്ടും നമ്മളെ കാര്യമായിട്ട് ബാധിക്കാവുന്ന വിഷയങ്ങളാണ്. അപ്പോൾ കൂടുതൽ ആളുകൾ ഈ സിനിമ കണ്ട് കുറച്ചുകൂടിയൊക്കെ ചിന്തിക്കാൻ വേണ്ടി അതിന് പറ്റുന്നൊരു സിനിമയാണ്. കൂടുതൽ അതിനെക്കുറിച്ച് നമ്മളല്ലല്ലോ പറയേണ്ടത്, ബാക്കിയുള്ളവർ കണ്ട് പറയട്ടെ. വളരെ നല്ലൊരു സിനിമയാണ്. എല്ലാവരും ഉറപ്പായിട്ടും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. ഇത് അമ്മ പറഞ്ഞ തന്നെ രണ്ട് റെലവൻ്റ് ആയിട്ടുള്ള സോഷ്യൽ ഇഷ്യൂസ്, അത് റെലവൻ്റ് ആണെന്ന് എടുത്തു പറയേണ്ട കാര്യം തന്നെ ഉണ്ട്. കാരണം അതിൽ ഒരെണ്ണം ഒരുവിധം നമ്മളെല്ലാവരും സഹിച്ചു പോയൊരു കാര്യം തന്നെയാണ്. എസ്പെഷ്യലി നമ്മൾ എക്സാംസ് എഴുതിയ പിള്ളേർ ഒരുപാട് സഹിച്ചൊരു കാര്യമാണ്. ഇപ്പോഴും അതിൽ ഒരുപാട് അത് ശരിയാക്കാനുള്ള കാര്യങ്ങൾ, നടപടികളൊന്നും ആവുന്നില്ല എന്ന് അറിയുമ്പോഴുള്ളൊരു വിഷമമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തണം. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ പടം കാണണം. നല്ല പടമാണ്, എല്ലാവരും കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ സിനിമ കണ്ടിട്ട് എനിക്ക് തിയേറ്ററിൽ നിന്ന് അങ്ങോട്ട് തിരിച്ചിറങ്ങാനായിട്ട് തോന്നിയില്ല കേട്ടോ. ഇത് സാധാരണ പറയുന്ന ഒരു റിവ്യൂ ആണ് എന്ന് വിചാരിക്കരുത്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള സിനിമകൾ അത് മാസങ്ങൾക്കും വർഷങ്ങൾക്കും മുമ്പേ വരേണ്ടതായിരുന്നു എന്ന് എനിക്കിതിലൂടെ ഫീൽ ചെയ്തു. നമുക്ക് തന്നെ അറിയാം, ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് കത്തിയപ്പോൾ ഞാനിപ്പോൾ ആലുവയിൽ സ്റ്റേ ഉള്ള ആളാണ്. ഒത്തിരി ശ്വാസമുട്ടലുകളും ശരീരത്തിൽ ഒരുപാട് അലർജിക്കും ആയിട്ടൊക്കെയുള്ള ഒരുപാട് അവസ്ഥകൾ നമുക്കുണ്ടായി. നമ്മൾ എന്തെല്ലാം നേടിയാലും നമ്മുടെ പ്രകൃതി, നമ്മുടെ സമൂഹം അത് ഏറ്റവും ശുദ്ധവും വൃത്തിയായില്ലെങ്കിൽ നമ്മൾ നേടുന്നതുകൊണ്ട് ഒരു ഉപയോഗമില്ല. അപ്പോൾ ആ തലത്തിൽ നോക്കുമ്പോൾ നമ്മൾ പലരും കുറേ പേര് ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ കുറേ പേരിങ്ങനെ അടിച്ചു പൊളിച്ച് പോകുന്നു, കറങ്ങുന്നു, സെലിബ്രേറ്റ് ചെയ്യുന്നു. പക്ഷേ ഉൾക്കാഴ്ച എന്ന് പറയുന്നൊരു സാധനമുണ്ട്, ദീർഘവീക്ഷണം. ആ ഒരു ദീർഘവീക്ഷണത്തോടെ ഉൾക്കാഴ്ചയോടുകൂടി ഇതുപോലെയുള്ള ചിത്രങ്ങൾ ഒരുപക്ഷെ മാസങ്ങൾക്കും വർഷങ്ങൾക്കും മുമ്പ് വന്നിരുന്നുവെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടുന്ന നമ്മളുടെ ധാരാളം പേര് ശ്വാസകോശ രോഗികളോ അല്ലെങ്കിൽ അലർജിക് പേഷ്യൻസ് ഒന്നും ആവാതെ ഇരുന്നേനെ. എനിക്കറിയാം കുറേ പേർക്ക് ഈ ഒരു അവസ്ഥകളുണ്ട്. ഇപ്പോൾ കൊറോണ വന്ന അതിൻ്റെ ഇഞ്ചക്ഷൻ കഴിഞ്ഞതിന് ശേഷം മൂന്നാമത്തെ ഇഞ്ചക്ഷൻ എടുത്തിട്ടുള്ള ഒരവസ്ഥ. അപ്പോൾ ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ചെയ്യുന്നതാണ്. പക്ഷെ നമ്മളതൊന്നും മൈൻഡ് ചെയ്യില്ല. നിങ്ങളെപ്പോലെയുള്ള യുവതലമുറ, പ്രത്യേകിച്ചും ചാനലുകാർ സാമൂഹ്യ പ്രതിബദ്ധതയോടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടവരാണ്. നിങ്ങൾക്കതിന് കഴിയും. കാരണം നിങ്ങൾക്ക് കണ്ണുകളുണ്ട്, ദീർഘവീക്ഷണമുണ്ട്, ക്യാമറയുണ്ട്. അങ്ങനെ ഒറ്റയാൾ പോരാട്ടം, ആ ഒറ്റയാൾ പോരാട്ടത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് ഗംഭീരമായ റിസൾട്ടുകൾ ഉണ്ടാക്കാം. എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് ഇത്രത്തോളം സാമൂഹ്യ പ്രതിബദ്ധതയോടു കൂടിയുള്ള ഒരു സിനിമ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ കഥ ഇതുവരെ എന്ന് പറയുന്ന ഈ സിനിമ എല്ലാവരും, സമൂഹത്തെ, പ്രകൃതിയെ സ്നേഹിക്കുന്ന എല്ലാവരും ഈ സിനിമ കാണുക തന്നെ വേണം. പിന്നെ എനിക്ക് തോന്നുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഹോം സിനിമ കണ്ടതിന് ശേഷം, ഇന്ദ്രൻസ് ചേട്ടൻ്റെ ഹോം സിനിമ കണ്ടതിന് ശേഷം അതേപോലെ ഒരു അവാർഡ് ലെവലിലേക്ക് ഷാജോണിന് ഉയരാൻ പറ്റും. ഷാജോൺ ചേട്ടനും ഒരു അവാർഡ് മണക്കുന്നോ എന്നെനിക്ക് തോന്നി. കാരണം അത്രയ്ക്ക് ഷാജോൺ ചേട്ടൻ ഏറ്റവും ഗംഭീരമായി തന്നെയാണ് ഈ ഒരു സിനിമ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനൊരു അവാർഡ് മണവും വരുന്നുണ്ട്, സാമൂഹ്യ പ്രതിബദ്ധതയുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ എപ്പോഴും കൊമേഴ്സ്യലൈസ് ചെയ്ത് സിനിമ ഉണ്ടാക്കാനായിട്ട് നോക്കും. പക്ഷെ അപ്പോഴും ഒരു ബ്രില്യൻ്റ് ഡയറക്ടർ, സാമൂഹ്യ പ്രതിബദ്ധതയുള്ളൊരു ഡയറക്ടർ, ഇപ്പോൾ ഇതിൻ്റെ ഡയറക്ടർ അനിൽ തോമസ് സാർ തന്നെയാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഏറ്റവും നല്ലൊരു സ്ക്രിപ്റ്റ്, ഏറ്റവും നല്ലൊരു ഡയറക്ഷൻ,
സമൂഹത്തിലേക്ക് പുതിയ തലമുറ ഏറ്റവും സുരക്ഷിതമായി ജീവിക്കേണ്ടതിൻ്റെ എല്ലാ വശങ്ങളും കാണിച്ചുകൊണ്ട്, കൂടാതെ ഇതിൻ്റെ നായികയായിട്ട് അഭിനയിച്ചിരിക്കുന്ന ലതാദാസ് എന്നോടൊപ്പം ഇപ്പോൾ 1-2 പടങ്ങൾ ചെയ്തതാണ്. ഞാനിപ്പോൾ ഒരു ഇംഗ്ലീഷ് ഹോളിവുഡ് മൂവി ലാൻഡ് ഓഫ് സോളമൻ എന്ന് പറയുന്ന സിനിമയിൽ സോളമനായി ചെയ്തു. അപ്പോൾ ലത എന്നോടൊപ്പം പെർഫോം ചെയ്തപ്പോൾ തന്നെ ലതയുടെ പെർഫോമൻസ് ഞാൻ കണ്ടതാണ്. കൂടാതെ ഒത്തിരി ഫിലിമുകളിൽ ചെയ്ത ആക്ട്രസും കൂടെയാണ് ലതാദാസ്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് എല്ലാവരും പിന്നെ ഒരു സന്തോഷം കൂടെ തോന്നി. കാരണം കുറേ നാളിന് ശേഷം നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് അറിഞ്ഞൂടാ, വിജയകുമാറിൻ്റെ ഒരു നല്ല തിരിച്ചുവരക്കമാണ് അല്ലേ. കുറേ നാളിന് ശേഷം വിജയകുമാർ ഈ അടുത്ത കുറേ നാളുകൊണ്ട് പലരും കണ്ടില്ല. അപ്പോൾ ശക്തമായ, എനിക്ക് തോന്നുന്നു ഷാജോൺ ചേട്ടനോടൊപ്പം തന്നെ മത്സരിച്ച് ചെയ്തിരിക്കുന്ന ഒരു പ്രതീതിയാണ് വിജയകുമാർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാം കൊണ്ടും വലിയ ആർട്ടിസ്റ്റുകൾ ഒന്നും ഇല്ല എന്ന് നമുക്ക് തോന്നിപ്പോയാൽ പോലും ശക്തമായ സന്ദേശങ്ങളോടെ ഏറ്റവും ഗംഭീരമായി ചെയ്തിരിക്കുന്ന ഷാജോൺ ചേട്ടനും ഡയറക്ടറും അതുപോലെ തന്നെ പ്രൊഡ്യൂസർ ഡോക്ടർ ടൈറ്റസ് എന്ന് പറയുന്ന സാറ്, അദ്ദേഹത്തിൻ്റെ 1-2 പടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നോടൊപ്പം തന്നെ ഒരു പടത്തിൽ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. വരാൻ പോകുന്ന കെട്ടുകാഴ്ച എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഞാൻ സെൻട്രൽ ക്യാരക്ടറായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എന്നോടൊപ്പം അഭിനയിച്ചിട്ടുള്ള ആളാണ് ഈ ഡോക്ടർ ടൈറ്റസ്. ഇങ്ങനെ ഇവരെല്ലാവരും കൂടെയുള്ള കണക്ഷൻ കൊണ്ടാണ് ഈ സിനിമ കാണാമെന്ന് ഞാൻ വിചാരിച്ചത്. ഇത് വെറുതെ പറയുന്നതോ ആരെയും സൂചിപ്പിക്കാൻ പറയുന്നതോ ഒന്നുമല്ല. എനിക്ക് എൻ്റെ ഹൃദയത്തിൽ തട്ടിയേ ഞാൻ പറയാത്തുള്ളൂ. പറയുന്നത് സത്യസന്ധമായിരിക്കണമെന്ന് എനിക്ക് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട്. കാരണം നിങ്ങൾ വന്ന് കണ്ടിട്ട് അയ്യോ രജിതേട്ടൻ പറഞ്ഞതുപോലെ തെറ്റാണല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ വാക്കിന് വിലയില്ലാതെ. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ കണ്ടിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ അല്ലേ എന്ന് വിശ്വസിക്കുക. ഏറ്റവും നല്ലൊരു പടം, നല്ല സാമൂഹ്യ പ്രതിബദ്ധതയോടുള്ള പടം എല്ലാവരും കാണുന്നത് കൊണ്ട് നമ്മുടെ തലമുറയ്ക്കും നമുക്കൊരു ഉൾക്കാഴ്ച തുറന്നു കിട്ടും. അതുകൊണ്ട് നമ്മൾ ഒറ്റയാൾ പോരാട്ടം നടത്തിയാലും ഭാവിയിൽ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാകും. ആ ഒരു സന്ദേശം ഇതിനകത്തുണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മൂവി തന്നെയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാവുന്ന 2 കാര്യങ്ങൾ തന്നെ വരും. അതിലൊന്ന് ബ്രഹ്മപുരം പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിയിട്ടുള്ളൊരു കാര്യമാണ്, ഒരു സബ്ജക്റ്റാണ്. ആ സബ്ജക്റ്റിനെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ അനുപമസ് അത് വെളിച്ചെറിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പിന്നെ അതിലെ പെർഫോമൻസ് വൈസ് ഷാജോൺ ചേട്ടനൊക്കെ ഭയങ്കര സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതൊക്കെ പയ്യൻ പീറ്റർ എന്ന എല്ലാവരും നല്ല രീതിയിൽ അത് തിയേറ്ററിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതായത് നമ്മളിലേക്ക് കൺവേ ചെയ്തിട്ടുണ്ട്. ആ ഒരു സബ്ജക്റ്റിനെ ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് നമ്മളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. സൂപ്പറായിട്ട് എല്ലാവരും കാണേണ്ട ഒരു മൂവി തന്നെയാണ്. സംവിധാനം ചെയ്ത ഇതുവരുന്ന മൂവി ശരിക്കും ഇന്ന് കൊച്ചിയുടെ അല്ലെങ്കിൽ പൊതുവെ എല്ലാ രാജ്യത്തെ അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തെയും ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. പ്രത്യേകിച്ച് സ്ഥലമില്ലാത്ത സ്ഥലത്ത് ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ മാലിന്യ പ്രശ്നം. ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു ശക്തമായ ഒരു പെർമനൻ്റ് പ്രതിവിധി ഉണ്ടാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ബോധവാനാക്കുന്ന ഒരു സിനിമയാണ് ഇതുവരുന്ന മൂവി. ഷാജോൻ വളരെ നന്നായിട്ട് ശരിക്കും നമുക്കിത് കാണുമ്പോൾ മനസ്സിലാക്കുന്നത്, ശരിക്കും നമ്മളിപ്പോൾ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ വേസ്റ്റ് കൊണ്ടുപോകുന്ന വണ്ടികൾ, ശരിക്കും നമ്മൾ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന ടൂ വീലർ, എസ്പെഷ്യലി ടൂ വീലർ ആയിക്കോട്ടെ, കാറിലാണെങ്കിൽ കുഴപ്പമില്ല, ടൂ വീലറൊക്കെ സഞ്ചരിക്കുമ്പോൾ ഈ വണ്ടികളിൽ കൊണ്ടുവന്ന മാലിന്യത്തിൽ നിന്ന് പുറത്ത് ചാടുന്ന വെള്ളം ഭയങ്കര സ്മെല്ലാണ്, ഭയങ്കര അസഹനീയമായ സ്മെല്ലാണ്. മാത്രമല്ല അതിൻ്റെ പുറകിലൂടെ യാത്ര ചെയ്യാൻ പോലും പറ്റാറില്ല. പക്ഷേ ഇന്നത്തെ ട്രാഫിക്കിൽ നമുക്ക് യാത്ര ചെയ്യേണ്ടി വരുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ആ വണ്ടിയെ മറികടന്ന് പോകാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് ചെറിയൊരു നിമിഷ നേരത്തേക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പക്ഷേ അവിടെ ആ ബ്രഹ്മപുരത്തൊക്കെ അതിൻ്റെ ചുറ്റുപാട് താമസിച്ചിരുന്ന ആൾക്കാരെ കുറിച്ച് ആലോചിക്കുമ്പോൾ ശരിക്കും വളരെ വളരെ വിഷമം തോന്നിയത്. നമ്മൾ ഇതുപോലെ പടങ്ങൾ കാണുമ്പോൾ ശരിക്കും നമുക്ക് അതിൻ്റെ റിയൽ അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി തരാൻ ഈ പടം കൊണ്ട് സാധിച്ചു. ഇതിനൊക്കെ ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് വിദേശ രാജ്യങ്ങളൊക്കെ ചെയ്യുന്ന മാതിരിയുള്ള ഏതെങ്കിലും ഈ വക കാര്യങ്ങളാണ് നമ്മൾ ഗവൺമെൻറ്റും അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം ശരിക്കും ഉണർന്ന് പ്രവർത്തിച്ച് ഇതിൽ ശരിക്കും ഒരു ശുചിത്വമായ രീതിയിൽ നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ നാട് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളാണ് ആദ്യം ചെയ്യേണ്ടത്. ഇത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് കാണേണ്ടത്. ഇത് തന്നെയാണ്. നല്ലൊരു പടമാണ്. ഷാജോൺ ചേട്ടൻ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഓരോരുത്തരും തന്നെ അധികം ആർട്ടിസ്റ്റുകളൊന്നുമില്ലെങ്കിലും ശരി, നമുക്ക് ആ പുതിയ കുട്ടികളാണിപ്പോൾ നമുക്ക് പലപ്പോഴും നമ്മളത് വളരെ ടച്ചിങ് ആയിട്ട് എടുക്കാൻ സംവിധായകൻ്റെ മികവ് കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അത് നല്ല ബ്യൂട്ടി ആയിട്ട് അതിൻ്റെ നമ്മുടെ ദൃശ്യഭംഗി വളരെ അതിമനോഹരമായിരുന്നു. മ്യൂസിക് നന്നായിരുന്നു.